ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ആവശ്യങ്ങൾക്കെതിരായ ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് മുൻ നയതന്ത്രജ്ഞൻ വികാസ് സ്വരൂപ് രംഗത്തെത്തി. ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ തീരുമാനം ഇന്ത്യയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ പിന്തുണയും ഇന്ത്യക്ക് ലഭിക്കുന്നുമുണ്ട്. വ്യാപാര ചർച്ചകളിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖലകളിലേക്ക് കൂടുതൽ പ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് US സമ്മർദ്ദത്തിന് വഴങ്ങാൻ വിസമ്മതിച്ചതിലൂടെ ഇന്ത്യ ശരിയായ കാര്യം ചെയ്തു. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയ്ക്ക് കാരണമായി. എന്നിരുന്നാലും ട്രംപിന്റെ നീക്കം ഒടുവിൽ അമേരിക്കൻ ഉപഭോക്താക്കളെ ദോഷകരമായി ബാധിക്കുമെന്നും ഇത് US-ൽ പണപ്പെരുപ്പത്തിനും വിലവർദ്ധനവിനും കാരണമാകുമെന്നും വികാസ് സ്വരൂപ് വാദിക്കുകയും ചെയ്തു. താരിഫുകൾ പണം കൊണ്ടുവരുന്നു, പക്ഷേ പ്രശ്നം ഒടുവിൽ ഈ താരിഫുകൾ ആരാണ് പണം നൽകുന്നത് എന്നതാണ്. അമേരിക്കൻ ഉപഭോക്താക്കൾ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശത്തെ അമേരിക്ക ചോദ്യം ചെയ്യുന്ന സമയത്താണ് മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞന്റെ പരാമർശം. വിദേശ നയ തീരുമാനങ്ങളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വിലപേശാൻ പാടില്ലെന്നും അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യത്തിന്റെയോ സമ്മർദ്ദത്തിന് രാജ്യം വഴങ്ങരുതെന്നും ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യ വളരെ വലുതാണ്. മറ്റൊരു രാജ്യത്തിന്റെയും ക്യാമ്പ് ഫോളോവറായി മാറാൻ കഴിയാത്തത്ര അഭിമാനകരമായ ഒരു രാജ്യമാണ്. 1950-കൾ മുതൽ തന്നെ നമ്മുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം നമ്മുടെ തന്ത്രപരമായ സ്വയംഭരണമാണ്. ട്രംപിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതിൽ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ചും മുൻ നയതന്ത്രജ്ഞൻ വിശദീകരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് വ്യാപാര സുരക്ഷാ വിഷയങ്ങളിൽ വികാസ് സ്വരൂപിന്റെ അഭിപ്രായത്തിൽ US-ന്റെ വിശ്വസനീയ പങ്കാളിയായി സ്വയം അവതരിപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞു. പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസി ആസ്തികളുടെ മേഖലയിൽ പാകിസ്ഥാൻ ഇപ്പോൾ ദക്ഷിണേഷ്യയിലെ ക്രിപ്റ്റോ രാജാവായി സ്വയം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ അനുകൂലമായ ഒരു കരാർ ഉറപ്പാക്കുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമാണ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്നതെന്ന് മുൻ നയതന്ത്രജ്ഞൻ സ്വരൂപ് അഭിപ്രായപ്പെടുകയും ചെയ്തു. നമ്മുടെ പാലുൽപ്പന്നങ്ങൾ, കൃഷി, ജനിതക മാറ്റം വരുത്തിയ വിളകൾ എന്നിവയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് അമേരിക്ക ഉന്നയിച്ച പരമാവധി ആവശ്യങ്ങളിൽ ഇന്ത്യയെ ഒപ്പിടാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമാണിത്. എന്നിരുന്നാലും ഈ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങരുതെന്നും കാരണം അത് രാജ്യത്തിന്റെ തന്ത്രപരമായ സ്വയംഭരണത്തെ വിട്ടുവീഴ്ച ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു. കൂടാതെ ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടക്കാനിരിക്കുന്ന ഉച്ചകോടി ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഒരു പുതിയ വ്യാപാര സമവാക്യത്തിന് വഴിയൊരുക്കിയേക്കാം. അതുവഴി മറ്റ് രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും സാധ്യമാകും. വികാസ് സ്വരൂപിന്റെ അഭിപ്രായത്തിൽ ഈ ചർച്ചകളിൽ നിന്നുള്ള ഒരു നല്ല ഫലം റഷ്യ ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇത് ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങളെ ബാധിക്കും. വ്യാപാര സംഘർഷങ്ങളെ കുറിച്ചുള്ള വിശദമായ വിശകലനത്തിന് ശേഷം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനുള്ള ആഗ്രഹമാണ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ട്രംപ് ഒരു ഇടപാടുകാരനാണ്. ഇപ്പോൾ അദ്ദേഹം സമാധാന നിർമ്മാതാവ് എന്നത് തന്റെ USA ആക്കിയിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സംഘർഷങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിൽ തന്റെ പങ്കിനെ കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ യഥാർത്ഥ താല്പര്യമല്ല, മറിച്ച് അംഗീകാരത്തിനും അംഗീകാരങ്ങൾക്കും വേണ്ടിയുള്ള ആഗ്രഹത്തിലാണ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ നയിക്കപ്പെടുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.